പാമ്പ് കയറാൻ സാധ്യതയുള്ള ഇതുപോലുള്ള ജനലിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഈ ഒരു സ്പ്രേ ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഇനി ആരുടെയും വീട്ടിലേക്കും പാമ്പും ചേരയും കയറില്ല. ഈ വെള്ളത്തിലേക്ക് ഇടുന്ന പൊടി ഒന്ന് മാത്രം മതി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ട് കാണും. 2 കുട്ടികൾ കിടന്നുറങ്ങിയപ്പോൾ പാമ്പ് കടിയേറ്റ് അതിലൊരു കുട്ടി മരിച്ചു പോയൊരു സംഭവം. ഇപ്പം ഒരുപാട് നമുക്കറിയാമല്ലോ, ഇപ്പം ചൂട് കാലം ആയതുകൊണ്ട് ഈ മാളത്തിലിരിക്കുന്ന പാമ്പൊക്കെ ചൂട് കൂടിയ കാരണം പുറത്തേക്ക് ഇറങ്ങുകയും ഒരുപാട് പേരെ കടിക്കുന്നുമുണ്ട്. അപ്പം നമുക്കിതിനെ ഉന്മൂലനം ചെയ്യാനൊന്നും പറ്റില്ല. കാരണം നമുക്ക് നശിപ്പിച്ച് കളഞ്ഞാൽ നമ്മുടെ ഈ ഒരു പ്രകൃതിയിൽ തന്നെ വലിയ വലിയ ദോഷങ്ങളുണ്ടാവും. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വീകരിക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളാണ് നമ്മുടെ ടേബിൾ പുറത്തിരിപ്പുണ്ട് കേട്ടോ. അധികം ചിലവുള്ള കാര്യമൊന്നുമല്ല. ആദ്യം വേണ്ടത് നമുക്കൊരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, ഒരു 4-5 അല്ലി വരുന്ന രീതിയിൽ ഒരു വെളുത്തുള്ളി എടുക്കുക. പിന്നെ വേണ്ടത് ഇത് കറുകപ്പട്ടയാണ്. നമ്മൾ സാധാരണ വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന കറുകപ്പട്ട. പിന്നെ ഇത് ഡെറ്റോളാണ്. ഡെറ്റോൾ ഇല്ലാത്തവർ വീട്ടിൽ മണ്ണെണ്ണ പോലത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും എടുക്കാം. മണ്ണെണ്ണയോ ഈ സാനിറ്റൈസറോ അങ്ങനെ എന്തുകൊണ്ടും എടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഒരു പദാർത്ഥം കൂടെ വേണം. അപ്പോൾ ഈ ഒരു 3 കൂട്ടം ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന പാമ്പുകളെ ഒന്നും ചേരാനൊന്നും നമ്മുടെ വീട്ടിലേക്കൊന്നും കയറ്റാതിരിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം പാമ്പിന് ഈ പറയുന്ന മണം എടുക്കാനുള്ള കഴിവില്ലെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ പാമ്പിന് ഇര പിടിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മണങ്ങളും തിരിച്ചറിയാനുള്ള മറ്റൊരു സ്കിന്നിലൂടെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ ഈ പാമ്പിനുണ്ട്. അപ്പം ഈ ഒരു പാമ്പ് നമ്മുടെ വീട്ടിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വെച്ചൊരു കാര്യം ചെയ്യണം. അതിനുവേണ്ടി ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു കറുകപ്പട്ടയും നമ്മുടെ വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ച് പൊടിച്ചെടുക്കണം. നമ്മളപ്പോൾ കറുകപ്പട്ടയും ആ വെളുത്തുള്ളിയും നല്ല പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതേ, നമ്മൾ കുറച്ച് വെള്ളം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു ഇളം ചൂടുള്ള ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാൻ പച്ചവെള്ളമാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു പൊടി മൊത്തം നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ആ പൊടി മുഴുവൻ നമ്മൾ വെള്ളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. ഞാൻ ഇളം ചൂടുകളെടുക്കാൻ പറയാൻ കാര്യം ഇതിനകത്തുള്ള സത്ത് മുഴുവൻ നല്ലപോലെ നമ്മൾ വെള്ളത്തിലേക്ക് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ എടുക്കുന്നത് ഇതുപോലെ ഒരു സ്പ്രേയറാണ്. സ്പ്രേയർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുപ്പിക്കകത്ത് അടപ്പിൽ ഹോൾട്ട് എടുത്താലും മതിയാകും. അതിനുശേഷം നമ്മൾ ഈ ഒരു വെള്ളം അരിച്ച് നമ്മുടെ ഈ ഒരു ബോട്ടിലിനകത്തേക്ക് ഒഴിക്കാം. നമ്മൾ ആ ഒരു സ്പ്രേയറിനകത്തേക്ക് വെള്ളം ഒഴിച്ച് നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു എടുത്ത് വെച്ചിരിക്കുന്ന ഡെറ്റോൾ ഉണ്ടല്ലോ. ഡെറ്റോൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മണ്ണെണ്ണ അതുള്ള എന്തൊരു ഐറ്റം മതിയാകും. അതെടുത്തിട്ട് നമുക്ക് അതിനകത്ത് നിന്നും ഒരു അടപ്പോളം കേട്ടോ, ഏകദേശം ഒരു അടപ്പോളം വരുന്ന രീതിയിൽ ഈ ഒരു ഡെറ്റോളും ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിപ്പം ഇതിന് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇപ്പം ദൈവം ഡെറ്റോൾ ഒഴിച്ചപ്പം തന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വെള്ള കളറിലേക്ക് മാറും. വെള്ള കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യേണ്ടത് നമ്മുടെ ഈ പറയുന്ന വീട്ടിലേക്ക് പാമ്പ് കയറാൻ സാധ്യതയുള്ള ജനൽ, എയർ ഹോളുകൾ, വാതിൽ, അതിനൊക്കെ ചുറ്റിനും നമ്മൾ വെറുതെ ഇതിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ചുമ്മാ കൊടുത്താൽ കേട്ടോ. ഇതുപോലെ സ്പ്രേ ചെയ്തിട്ടിരിക്കുക. ഇതിനകത്തുണ്ടാകും നമ്മുടെ ഈ ഒരു പാമ്പോ ചേരയൊക്കെ നമുക്ക് ഇങ്ങനെ ഇഴഞ്ഞു വന്ന് ഈ ഒരു വെള്ളത്തിലൂടെ ടച്ച് ചെയ്ത് പോകുമ്പോൾ അതിന് സ്കിന്നിന് അത് പെട്ടെന്ന് മനസ്സിലാവുകയും നമ്മുടെ വീട്ടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചാലെന്ന് കരുതി തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മണ്ണെണ്ണയൊക്കെ പണ്ട് ഒരുപാട് പേര് ഒഴിക്കാറുണ്ട്. നമുക്കറിയാമല്ലോ, മണ്ണെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ ഇത് ശരീരത്തിൽ പറ്റിക്കഴിയുമ്പോഴാണ് ഈ പറയുന്ന പാമ്പും ചേരയൊക്കെ ഓടി പോകാറുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ വീടിൻ്റെയും ജനലിൻ്റെയും വാതിൻ്റെയൊക്കെ സൈഡിലായിട്ട് ഈ പറയുന്ന ഈ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു കാരണവശാലും ഈ പാമ്പ് ചേരയൊന്നും നമുക്ക് വീടിനകത്തേക്ക് കയറത്തില്ല. നമ്മുടെ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയോ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, ഈ സമയത്ത് ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബായ്.